പല ഉംറ സംഘങ്ങളും തനഈമിൽ പോകാറുണ്ട്, പക്ഷെ നവാരിയയിലോ ശുഹദയിലോ ഒന്നും പോകാറില്ല. അൽഹംദുലില്ലാ, നമുക്ക് അതിനൊരു അവസരം ഇന്നുണ്ടാകും ഇൻഷാ അല്ലാഹ്. മുമ്പ് യാത്ര വന്ന പല ആളുകളോടും ചോദിച്ചാൽ അറിയാം, അവരൊന്നും ഇങ്ങനെ റാഹത്തായി ഇത്തരം സ്ഥലങ്ങളിലൂടെ എക്സ്ട്രാ അധികം ഉള്ള ഈ യാത്രകളൊന്നും പിടിക്കാറില്ല. ചിലപ്പോ ത്വായിഫിലേക്ക് തന്നെ എല്ലാവരും കൊണ്ടുപോകാറില്ല, ഹുദൈബിയ കൊണ്ടുപോകാറില്ല ചില ആളുകൾ. ഇനി കുറച്ച് കൂടുതലായി ഹുദൈബിയും ത്വായിഫൊക്കെ അടുത്താണ് പലരും കൊണ്ടുപോകാൻ തുടങ്ങിയത്. നമ്മൾ 12 കൊല്ലം മുമ്പ് അന്ന് വിലക്കുള്ള കാലത്തും മെല്ലെ പിന്നെ നമ്മളെ ഗ്രൂപ്പ് നമ്മൾ കൊണ്ടുപോയിരുന്നു. നമ്മൾ ഉസ്താദുമാര് നേതൃത്വം നൽകുന്നത് പരിചയമുള്ള ഡ്രൈവർമാരെ പിടിച്ച് ചെറിയ എന്തെങ്കിലുമൊക്കെ ക്യാഷ് കൊടുത്ത് ഡ്രൈവർമാരോടൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തി നമ്മൾ മുമ്പും അൽഹംദുലില്ലാഹ് സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. കഴിഞ്ഞ യാത്രയിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടീം അവര് പറഞ്ഞു, ഞങ്ങള് 2-3 പ്രാവശ്യം മക്കത്ത് വന്നിട്ടുണ്ട്, പക്ഷെ ഈ സ്ഥലങ്ങൾ ഇങ്ങനെ റാഹത്തായിട്ട് അടുത്ത് വന്ന് കാണുന്നതും സിയാറത്ത് ചെയ്യുന്നതൊക്കെ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ആളുകൾ ഉണ്ടാവും, ചിലപ്പോൾ ഉമറുള്ളാന്റെ അടുത്ത് പോകാത്ത ആളുകൾ, അബ്ദുല്ലാഹി ഇബ്നു ഉമറുള്ളാന്റെ വലിയ മഖ്ബറ അതിന്റെ അടുത്ത് പോകാത്തവരുണ്ടാവും. അതുപോലെ തന്നെ മഹദിയായ മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ മഖ്ബറ നേരിട്ട് ചെന്ന് കാണാത്തവരും സിയാറത്ത് ചെയ്യാത്തവരുണ്ടാവും. മുമ്പ് പല പ്രാവശ്യം വന്നിട്ടുണ്ടാവും, പക്ഷെ അവിടെ പോയിട്ടുണ്ടാവില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് അവിടേക്ക് ഒന്ന് പോകാനുള്ള ഒരു അവസരം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏത് വിഷയത്തിനും നമ്മള് സംഭവമായി അല്ലെങ്കിൽ റാഹത്തായി കരുതിയതുകൊണ്ട് എവിടെ എത്തൂല. അള്ളാഹുവിന്റെ കാവലാണ്, അള്ളാഹുവിന്റെ തൗഫീഖാണ്. അപ്പൊ അള്ളാഹു അവിടത്തെ നമുക്ക് തൗഫീഖ് തരട്ടെ. നമുക്ക് ഉംറ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു സ്ഥലത്തും നമ്മള് ലക്ഷ്യം വെച്ചു എന്നതുകൊണ്ട് എത്തിക്കൊള്ളുന്നില്ല, അള്ളാഹിന്റെ ഒരു കാവലും തൗഫീഖും ഒക്കെ വേണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അവിടെയൊക്കെ പോകണം. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. അത് ചെറിയ രൂപത്തിൽ ഒന്ന് പറയാം. ഒന്ന്, നവാരിയ എന്ന് പറയുന്ന സ്ഥലം. നവാരിയ എന്ന് കിതാബുകളിൽ കാണുകയും നവാരിയ എന്ന് നമ്മൾ കാണുകയും ഇൻഷാ അല്ലാഹ് അതിന്റെ അടുക്ക് നമ്മൾ പോകുന്ന സ്ഥലത്തെ കുറിച്ച് പറയും മുമ്പ് നമ്മൾ ദിക്ർ ചൊല്ലിയിട്ടില്ലെന്ന് അത് നമുക്ക് ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് ഓർമ്മ വന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. سبحان الله سبحان الله سبحان الله الحمد لله الحمد لله الحمد لله الله أكبر الله أكبر الله أكبر. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما تحب وترضى. اللهم هون علينا سفرنا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل والمال والولد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض. من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇപ്പോൾ നവാരിയ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും പഴയകാല ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഈ സ്ഥലത്തെ വാദി സരിഫ് എന്നാണ് അറിയപ്പെടുന്നത്. വാദി സരിഫ്. അപ്പൊ വാദി സരിഫ് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ച ഒരു സ്ഥലമാണ് ഇന്ന് നമുക്ക് കാണാനുള്ളത്. വാദി സരിഫിന്റെ ചരിത്രം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട വാദി സരിഫിലെ ഒരു ചരിത്രം മഹദിയായ മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടതാണ്. മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ വീടുണ്ടായിരുന്നത് വാദി സരിഫിൽ ആയിരുന്നു. മൈമൂന ബീവി റളിയല്ലാഹുവിന്റെ കുടുംബം അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കല്യാണം കഴിക്കുന്നത് വരെ മഹദി അവിടെ തന്നെ താമസിച്ചു. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണം കഴിക്കുന്നത്
തന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ഭാര്യയായിട്ടാണ്. എന്ന് പറഞ്ഞാൽ മക്കം ഫതഹ് നമുക്ക് ഹജ്ജത്തുൽ വദാ നമുക്കൊക്കെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അവസാനം ഹജ്ജിന് വന്നു. ആ ഹജ്ജ് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുകയും ചെയ്തു. അപ്പോ ഈ മഹദിയുടെ മനസ്സിൽ ഒരു വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു, നബി കുടുംബവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ബന്ധം ഉണ്ടായി കിട്ടണം, അതിന്റെ ഒരു പവിത്രത കിട്ടാനും. ഭാര്യ എന്നുള്ള സുഖങ്ങളും സന്തോഷങ്ങളും ആഗ്രഹിക്കുന്നതിനപ്പുറം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം അതൊരു വലിയ സ്വർഗപ്രവേശനത്തിന് കാരണമാണല്ലോ എന്ന ചിന്തയും മറ്റൊക്കെ അവരുടെ കൽബിൽ ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും ഒടുവിൽ ഹജ്ജിന് വന്ന ആ ഘട്ടത്തിൽ അള്ളാഹു അത് എളുപ്പമാക്കി കൊടുക്കുകയും നിക്കാഹ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇഹ്റാമിലായിരുന്നു നിക്കാഹ് നടന്നത് എന്ന് വാദിക്കുന്നവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹജ്ജിന്റെ സമയത്താണ് ഇഹ്റാം ആ സമയത്ത് വന്നപ്പോഴാണ്, മടങ്ങുമ്പോഴോ അല്ലെങ്കിൽ വരുമ്പോഴോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആ സമയത്താണ് എന്ത് ചെയ്തത് ഇത് നടന്നത്. അപ്പോ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറയിലായിരിക്കെ ഹജ്ജിലായിരിക്കെ ഇഹ്റാമിലായിരിക്കെ കല്യാണം കഴിച്ചല്ലോ, അപ്പൊ ഇഹ്റാമിലാവുമ്പോ കല്യാണം കഴിക്കുന്നതിന് വിരോധമല്ല എന്ന നിലക്കാണോ അത് വരുന്നത് എന്ന് ചർച്ച ചെയ്തു പണ്ഡിതന്മാർ. അതല്ല, തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, തന്നെ റസൂലുള്ളാഹിന്റെ ഖുസൂസിയത്താണ്, അവിടുത്തെ പ്രത്യേകതകളിൽ പെട്ടതാണ് എന്നൊക്കെ പല ചർച്ചകളുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അത് പണ്ഡിതോചിത ചർച്ചകളാണ്, പണ്ഡിതന്മാരുടെ അടിയിൽ നടക്കുന്ന ചർച്ചകൾ, നമുക്ക് അതിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ആ മഹദിയുടെ കല്യാണ സമയം ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് റസൂലുള്ള വന്നപ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മഹദിയായ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ ആ വാർത്ത ഒരാൾ വന്ന് പറയാൻ മൈമൂന ബീവിയോട്. ഒരു ഒട്ടകപ്പുറത്തായിരുന്നു, അവിടുന്ന് മഹദി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിപ്പോ ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് വളരെ പെട്ടെന്ന് ചാടിയിട്ട് ആ ഒരു സന്തോഷം അള്ളാഹുവിന് ശുക്ർ ചെയ്തു എന്ന് കാണാം. കാരണം അള്ളാഹുവിന്റെ റസൂലിനെ ഭർത്താവായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭർത്താവായിട്ട് കിട്ടിയല്ല, ഇക്കറ വലിയ സന്തോഷം എന്താണ്, ലോകത്തിന്റെ നേതാവിനെ എനിക്ക് ഭർത്താവായി കിട്ടുന്നു എന്ന് അവർ ചിന്തിച്ച ആ സന്തോഷ പ്രകടനത്തെ കുറിച്ച് വരെ കിതാബുകളിൽ കാണാം. മഹദി അവർ ഒട്ടകപ്പുറത്തുനിന്ന് ചാടിയിട്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്തു, സന്തോഷ പ്രകടനം നടത്തി എന്നത് കാണാം. അങ്ങനെ ആ കല്യാണം നടക്കുന്നത് ഒരു മരത്തിന്റെ ചുവട്ടിൽ ആണ് നിക്കാഹ് നടന്നത് എന്നാണ്. നമ്മളെ ഇപ്പോഴത്തെ പോലുള്ള ആഡംബര പന്തലുകളും കാര്യങ്ങളൊന്നുമില്ലല്ലോ. അന്നത്തെ പഴയ കാലത്തുള്ള പന്തലുകളെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ തന്നെ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ അയൽവാസികളൊക്കെ പാടെ ചേർന്നുകൊണ്ട് പട്ടയോ അല്ലെങ്കിൽ ഓലയോ തടുക്കൊക്കെ വെച്ചിട്ട് ചെറിയ ഒരു പന്തലായിരുന്നല്ലോ പഴയ കാലത്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. അടുത്ത കാലത്താണല്ലോ ഇതിനൊക്കെ മാറ്റം വന്നത്, ഡെക്കറേഷന്റെ ആളുകളൊക്കെ വന്നത്. അപ്പൊ അന്നുള്ള ഒരു ചെറിയ പന്തല് മരത്തിന്റെ ചുവട്ടിൽ സജ്ജീകരിച്ച് അവിടെ വെച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിക്കാഹ് മൈമൂന ബീവിയായിട്ടുള്ള നിക്കാഹ് നടക്കുകയാണ്. ആ മൈമൂന ബീവി റളിയല്ലാഹു അൻഹയെ അവിടെ നിന്ന് വിവാഹം കഴിച്ച ശേഷം കുറഞ്ഞ സമയം ഉണ്ടായിട്ടുള്ളൂ. ഒപ്പം എങ്കിലും ആ മഹദി പിന്നീട് താമസിച്ചത് മദീനയിലായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിവാഹം കഴിച്ച് പിന്നെ മദീനയിൽ റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ആ ഹുജറ ഷെരീഫ്, ഇപ്പോഴുള്ള ഹുജറ ഷെരീഫ് നബി കിടക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത് കൂടെ ആയിരുന്നു എല്ലാവരുടെയും റൂമുകൾ, ഭാര്യമാരൊക്കെ റൂമുകൾ, വീട് എന്ന് പറയാൻ മാത്രമല്ല റൂമുകൾ, ആ റൂമിന്റെ അടുത്ത്. അങ്ങനെ മഹദിക്ക് വഫാത്തിന്റെ സമയമായപ്പോൾ ആ മഹദി പറഞ്ഞു, എന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം, നിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഇവിടെ മരിക്കൂല, ഈ മരിക്കുന്നത് എന്റെ നാട്ടിലായിരിക്കും എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ നാട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണമെന്ന് പറയുകയും ആ മഹദിയെ അവസാനം മദീനയിൽ നിന്ന് സ്വന്തം നാടായ ഈ വാദി ശരീഫിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ രോഗം മൂർജിച്ചു. മഹദി ഇവിടെ വെച്ചുകൊണ്ട് വഫാത്താവുകയും ആ മഹദിക്ക് അവിടെ തന്നെ ആ വഫാത്തായ സ്ഥലത്ത് തന്നെ ഖബർ ഒരുക്കുകയും ചെയ്തു. അപ്പൊ സ്വന്തം നിക്കാഹ് ചെയ്ത സ്ഥലത്ത് തന്നെ വീടുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഖബർ ഉള്ളത്. ഇന്നിപ്പോ ഹൈവേയുടെ സൈഡാണ് ആ റോഡ്, പിന്നെ ആ സ്ഥലം. അതുകൊണ്ട് തന്നെ മറ്റു വീടുകളൊന്നും അവിടെ അല്ല, റോഡ് സൈഡിൽ ഈ മഖബറ മാത്രം ഒരു കെട്ടിന്റെ ഉള്ളിൽ പ്രത്യേകം നിലകൊള്ളുന്നു. ഇൻഷാ അല്ലാഹ് കാഴ്ചകള് നമുക്ക് അവിടെ എത്തിയ ശേഷം കാണാം. അള്ളാഹു മഹദിയുടെ ബർക്കത്തുകൊണ്ട് നമ്മളെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ആ മഹദി അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടിയ മഹദിയാണ്, മുത്തുനബിയുടെ ഭാര്യയാണ്, ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്. ആ ഉമ്മയുടെ ഹദറത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് ഒന്ന് പോകാറുള്ളത്. അപ്പൊ ആ മഹദി വിവാഹം കഴിച്ച സ്ഥലത്ത്, വീടുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇന്ന് മറവിട്ട് കിടക്കുന്നത്. ഇൻഷാ അല്ലാഹ് അവരെ നമുക്ക് സിയാറത്ത് ചെയ്യാം. അതാണ് വാദി ശരീഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചരിത്രം.
من مكة المكرمة تحديدا من أمام مقبرة سيدتنا أم المؤمنين السيدة ميمونة بنت الحارث الهلالية رضي الله عنها وأرضاها المدفونة في وادي سرف على طريق مكة المكرمة. وادي سرف حاليا اسمه حي النوارية. هذه المنطقة تبعد عن المسجد الحرام حدود ما بين 20 إلى 25 كيلو متر تقريبا. زوجة النبي عليه الصلاة والسلام ميمونة بنت الحارث الهلالية تزوجها النبي عليه الصلاة والسلام في السنة 7 من الهجرة، وكانت قد أوكلت أمرها لأختها لبابة وهي أم الفضل زوجة العباس عم النبي عليه الصلاة والسلام، وبدورها أوكلت مهمة تزويجها لزوجها اللي هو العباس. فالعباس بن عبد المطلب عم النبي عليه الصلاة والسلام زوجها للنبي عليه الصلاة والسلام مثل ما ذكرنا في السنة 7 من الهجرة النبوية الشريفة. نسلم على سيدتنا ميمونة بنت الحارث. السلام عليكم دار قوم مؤمنين، أتاكم ما توعدون غدا مؤجلون وإنا إن شاء الله بكم لاحقون. يرحم الله المستقدمين منا ومنكم المستأخرين، نسأل الله لنا ولكم العافية. طيب، كنا تكلمنا بصلة قرابات لسيدتنا ميمونة بنت الحارث الهلالية. هي أخت لبابة الكبرى، وهي أخت لبابة الصغرى من أبيها، لكنها من أم أخرى، فلذلك تعرف عندنا لبابة الكبرى وهي أم الفضل، ولبابة الصغرى. وعندنا أيضا أسماء بنت عميس والتي تزوجها أبو بكر الصديق رضي الله عنه فهي أيضا أخت ميمونة بنت الحارث الهلالية. فصلات قرابة كثيرة لميمونة بنت الحارث الهلالية رضي الله عنها، وهي أحد زوجات النبي عليه الصلاة والسلام اللاتي دفن في مكة المكرمة من أصل 11. عندنا 2 دفنت في مكة، فعندنا ميمونة بنت. അതുപോലെ നമുക്കിന്ന് ഷുഹദ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. അവിടെ ഷുഹദ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും അവിടെ മറവിട്ട് കിടക്കുന്ന മഖബറയിലുള്ള മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഉമർ റളിയല്ലാഹുവിന്റെ മോനെ കുറിച്ചാണ്. അബ്ദുല്ല ഇബ്നു ഉമർ എന്ന് പറയുന്ന ഉമർ റളിയല്ലാഹുവിന്റെ മോനെ, അവരുടെ മഖബറ ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് സിയാറത്ത് ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വിശാലമായ ഒരു കെട്ടിന്റെ ഉള്ളില് നമുക്ക് പിന്നെ ഷുഹദ എന്ന സ്ഥലത്ത് പ്രത്യേകമായി അവരുടെ മഖബറ നമുക്ക് കാണാം. അൽഹംദുലില്ലാഹ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉസ് സുന്ന എന്നാണ് മഹാൻ അറിയപ്പെടുന്നത്. മുത്തബിഉസ് സുന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനെ പൂർണ്ണമായി ഫോളോ ചെയ്ത ഒരു വ്യക്തി എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു വഴിയിലൂടെ മഹാൻ നടന്നു പോവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ നടന്നിരുന്നത് അതുപോലെ നടക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ ആ നടത്തത്തിൽ എവിടെയൊക്കെ വിശ്രമിച്ചോ ആ സ്ഥലത്തൊക്കെ മഹാനും വിശ്രമിക്കും. പിൽക്കാലത്ത് നടന്നു പോകുമ്പോഴും അങ്ങനെയാണ്. ഒരിക്കൽ ഒരു വഴിയിലൂടെ മഹാൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ ഇങ്ങനെ തല താഴ്ത്തി നടന്നു പോകുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു ജനങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ തലാത്തത്? ആ മഹാൻ പറഞ്ഞത്, എന്റെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മുത്തുനബി വഴിയിലൂടെ മുൻപ് നടന്നു പോയിട്ടുണ്ട്. അന്ന് മുത്തുനബി നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു മരമുണ്ടായിരുന്നു. ആ മരത്തിന്റെ ചുവട്ടിലൂടെ തല താഴ്ത്തിയാണ് എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോയത്. അങ്ങനെയാണ് എനിക്ക് നടന്നു പോകാൻ കഴിയൂ. നബി എവിടെ കാല് വെച്ചോ അവിടെ കാല് വെക്കും. നമ്മളെല്ലാവരും കഅബ തൊട്ടില്ലേ? തൊട്ടോ? ആ കഅബ തൊടേണ്ടത് എങ്ങനെയാണ് എന്ന് പോലും ഇബ്നു ഉമർ റളിയല്ലാഹു റസൂലുള്ളാഹി ചെയ്തതുപോലെ ചെയ്തത്. എങ്ങനെയാണ് ചെയ്തത്? വലത്തെ കൈ കഅബാലയത്തിന്റെ ഉമ്മരപ്പടിയിലേക്ക് വെച്ചു, ഇടത്തെ കൈ ഹജറുൽ അസ്വദിന്റെ നേരെ ചൂണ്ടി ഇങ്ങനെ നീളത്തിൽ വെച്ചു, എന്നിട്ട് ശരീരം നേരെ കഅബത്തും അങ്ങ് അമർത്തി വെച്ചു. എന്നിട്ട് ഒരുപാട് നേരം കരഞ്ഞു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞെന്താ, ഇങ്ങനെയാണ് എന്റെ നബി ഇവിടെ ചെയ്തത്. കണ്ടോ? ആ കഅബ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പുന്നാര നബി കഅബത്തിന്റെ അടുത്ത് വന്നിട്ട് കൈ ഇങ്ങനെ വലത്തേ കൈ കഅബത്തിന്റെ ഉമ്മരപ്പടിക്ക് അങ്ങോട്ട് വെച്ച് ഇടത്തെ കൈ ഹജറുൽ അസ്വദിന്റെ നേരെ നീട്ടിപ്പിടിച്ച് കഅബയോട് ചേർത്ത് വെച്ച് നിന്ന് കരയുകയാണ് ചെയ്തത് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്റെ നബി അങ്ങനെയാണ് ചെയ്തത്. ഇതായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പാറക്കല്ലിൽ ഇരുന്നിട്ട് മഹാനവറുകൾ കരഞ്ഞുപോയി. ഒരു പഴം എടുത്തുകൊണ്ട് മുറിക്കാൻ. ആ പഴം എടുത്ത് മുറിക്കുമ്പോ അവർ കരയുന്നത് എന്തിനാണ്? ഞാൻ എന്റെ നബിനെ പൂർണ്ണമായി പിന്തുടർന്നില്ലല്ലോ. മുമ്പ് നബി ഇതിലൂടെ നടന്നു പോയപ്പോ ഒരു പഴം മുറിച്ചിരുന്നു. പക്ഷെ അത് നീളത്തിലാണോ മുറിച്ചത്? എന്റെ നബി അത് വീതിയിലാണോ മുറിച്ചത്? എനിക്ക് ഓർമ്മയില്ലല്ലോ. പൂർണ്ണമായി എന്റെ നബിയെ പിന്തുടരാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന്
പഴം നീളത്തിലോ വീതിയിലോ മുറിക്കേണ്ടത് എന്ന് പറഞ്ഞ് ബേജാറായി കരഞ്ഞ അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്ത നബി നടന്നതുപോലെ നടക്കാൻ ശ്രമിച്ചു, നബി ഇരുന്നതുപോലെ ഇരിക്കാൻ ശ്രമിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാൻ ശ്രമിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പാരായണം ചെയ്തതുപോലെ പാരായണം ചെയ്യാൻ ശ്രമിച്ചു, നബി നടന്ന വഴികളിലൂടെ നടന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്ന സ്ഥലത്ത് കിടന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിച്ച സ്ഥലത്ത് വിശ്രമിച്ചു. ഇങ്ങനെ പുന്നാര നബിയെ പൂർണ്ണമായി പിന്തുടർന്ന ഒരു സ്വഹാബി വര്യൻ, അതാണ് മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ആ ചരിത്രങ്ങൾ, അവരെ ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോ തന്നെ അവരുടെ അടുത്തേക്ക് പോകാൻ നമുക്ക് പുതിയാവും. ഒരുപാട് വിശാലമായ ചരിത്രങ്ങളാണ്, ഒരുപാട് ചരിത്ര സംഭവങ്ങളിൽ ഇബ്നു ഉമർ നമ്മളെ മിഷ്കാത്തിന്റെ ഒക്കെ കിതാബുകൾ ഓതി കൊടുക്കുമ്പോൾ ഒരുപാട് സ്ഥലത്ത് എന്റെ നബി ഇങ്ങനെയാണ് ചെയ്തത്, എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ എന്റെ നബി ഇങ്ങനെയാണ് ചെയ്തത്, എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ അവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എനിക്ക് പറയാനുണ്ടാകുക എന്റെ നബി ഇങ്ങനെയാണ് ചെയ്തത് എന്നാണ്. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അള്ളാഹു ആ സ്നേഹം നമ്മളെ കൽബിലും വർദ്ധിപ്പിച്ചു തരട്ടെ. എന്റെ നബി ഇങ്ങനെയായിരുന്നു, എന്റെ നബിന്റെ ഭാര്യമാര് ഇങ്ങനെയായിരുന്നു. കേട്ടോ, ഒരു പെണ്ണ് ചിന്തിക്കേണ്ടത് എന്റെ നബിന്റെ ഭാര്യ ആയിഷ ബീവി ഇങ്ങനെയായിരുന്നു, ഞാനും അങ്ങനെയാണ്. എന്റെ നബിന്റെ മോള് ഫാത്തിമ ബീവി ഇങ്ങനെയായിരുന്നു, അവര് ശരീരമൊക്കെ മറച്ചിട്ടാണ് നടന്നിരുന്നത്, ഞാനും അങ്ങനെയാണ്. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങൾ ചിന്തിക്കേണ്ടത്. മുത്തബിഉ സുന്ന ചിന്തിച്ചതുപോലെയാണ്. അള്ളാഹുവിന്റെ റസൂല് ഇങ്ങനെയായിരുന്നു, രാത്രിയിലൊക്കെ നിസ്കരിച്ചിരുന്നു, ഞാനൊന്ന് രാത്രിയിൽ നിസ്കരിക്കാം, കാലുമ്മ നീര് കെട്ടുന്നത് വരെ മുത്തുനബി നിസ്കരിച്ചു, എനിക്കും നിസ്കരിക്കണം എന്ന് പറഞ്ഞ് രാത്രിയിൽ ഒരുപാട് സമയം ഇബ്നു ഉമർ റളിയല്ലാഹു നിസ്കരിക്കുന്നു. പറയാനുള്ളത് ഇതാണ്, എന്ത്? എന്റെ നബി ഇങ്ങനെയായിരുന്നു, എന്റെ നബി ഇങ്ങനെയായിരുന്നു. അതൊരു സ്നേഹമാണ്. അള്ളാഹു ആ സ്നേഹത്തിലേക്ക് നമ്മൾ അടുപ്പിച്ചു തരട്ടെ. ഉമ്മമാര്, മരിച്ചുപോയ ഉമ്മമാര്, വാപ്പമാര് അവരുടെ ജീവിതം ഇങ്ങനെ പിന്തുടർന്നുകൊണ്ട് എന്റെ ഉമ്മ ഇങ്ങനെയായിരുന്നു, ആ മരിച്ചുപോയ ഉമ്മാനെ ഓർത്തുകൊണ്ട് എന്റെ ഉമ്മ ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് ആ മക്കളുടെ ഒരു